ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അത്ഭുതചമാർന്ന ഇള മഹാരാജ ചരിത്രം കീർത്തിയേറുന്ന ഭരതലക്ഷ്മണന്മാർ ശ്രീരാമചന്ദ്രനിൽ നിന്ന് ഇത്തരത്തിൽ കേട്ടപ്പോൾ തൊഴുതുകൊണ്ട് ഒരു സംവത്സരം ചാന്ദ്രയുടെ സമീപത്തിൽ നിവസിച്ച ഇള എന്താണ് ചെയ്തത്? അത്രയും കാലമായിരുന്നുവല്ലോ ബുധന്റെ അവധിക്കാലം. സദയം അരുളി ചെയ്യുമല്ലോ. അനുജന്മാരുടെ ചോദ്യം കേട്ട രഘുപതി കർദമ പ്രജാപതി സുതന്റെ ബാക്കി കഥയും തുടർന്നു. മഹാശൂരനായ മന്നവൻ, പുരുഷനായ ഘട്ടം, അപരിമിതി ബുദ്ധിമാനും അനശ്വര യശസ്വിയുമായ ബുധൻ, ഉദാരശ്രീയാർന്ന സംവർത്തനെ വരുത്തി. മാമുനീന്ദ്രനായ അരിഷ്ടനേമി, ഭൃഗുപുത്രനായ ച്യവനൻ, ബ്രഹ്മഋഷിവര്യനായ പ്രമോദനൻ, അതിതപസ്സോടുകൂടിയ മോദകരൻ, മഹർഷിശ്രേഷ്ഠനായ ദുർവാസസ് തുടങ്ങിയ തത്വദർശികളും എത്തിച്ചേർന്നു. തികഞ്ഞ ധൈര്യവും നെഞ്ചുറപ്പും തപസ്സും ഒത്തിണങ്ങിയ ആ സുഹൃത്ത് സത്തമന്മാരോട് വാക്കോവിദനായ ബുധൻ, മഹാബാഹുവായ ഈ മന്നവൻ കർദമ പ്രജാപതിയുടെ പുത്രനായ ഇളനാണ്. ഇദ്ദേഹത്തിന് സംഭവിച്ചത് മനസ്സിലാക്കി ശ്രേയസ് നൽകുവാൻ കാരുണ്യം ഉദിക്കണേ. അങ്ങനെയാകാം. അവർ മറുപടി പറഞ്ഞപ്പോഴേക്കും തേജസ്സേറിയ കർദമൻ മഹാബ്രാഹ്മണരോടുകൂടി ബുധാശ്രമത്തിൽ സന്നിഹിതനായി. പ്രജാപതിയുടെ ഒന്നിച്ച് തേജസ്വികളായ ഓംകാരം, പുലസ്ത്യൻ, ക്രതു, ഷഡ്കാരം എന്നിവരുമുണ്ട്. ബാഹ്ലീക നരപതിയുടെ ഹിതത്തിനായി അവരോരോരുത്തരും ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഒത്തുചേർന്നപ്പോൾ തന്നെ ഓരോരുത്തരുടെയും ഹൃദയം കുളിർത്തു. കർദമ പ്രജാപതി വാത്സല്യപൂർണ്ണ നേത്രങ്ങളാൽ പുത്രനെ നോക്കിക്കൊണ്ട് ഹിതവാക്കുകൾ ഇപ്രകാരം അരുളി ചെയ്തു. മഹാബ്രാഹ്മണന്മാരെ, മന്നവന് നന്മ എന്താണെന്ന് മനസ്സിലാക്കുവിൻ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. സാക്ഷാൽ മഹാദേവൻ വൃഷാങ്കൻ ഒഴിഞ്ഞ് മറ്റൊരു മരുന്ന് ഞാൻ കാണുന്നില്ല. കൈലാസവാസിയായ പരമേശ്വരനെ സംപ്രീതനാക്കണം. അതിന് അശ്വമേധ മഹായജ്ഞത്തേക്കാൾ എളുപ്പം മറ്റൊന്നില്ല. ബാഹ്ലീക നരപതിക്ക് വേണ്ടി ദുർദർശനാണെങ്കിലും ഗൗരീശനെ അശ്വമേധത്താൽ നമുക്ക് സന്തുഷ്ടനാക്കണം. ആ മംഗളവാക്കുകളെ വിപ്രപ്രമുഖന്മാരെല്ലാവരും സ്വീകരിച്ചു. മഹേശ്വര ആരാധനത്തിന് ആ യജ്ഞമാണ് അത്യുത്തമമെന്ന് എല്ലാവരും സമ്മതിച്ചു. സംവർത്ത രാജഋഷിയുടെ തനയൻ പരമ്പുരഞ്ജയനായ മരുത്തൻ യാഗത്തിന് വേണ്ടതെല്ലാം അതിവേഗത്തിൽ സംഭരിച്ചു. ശശാങ്കാത്മജന്റെ ആശ്രമ സമീപത്തിൽ വെച്ച് ഏറ്റവും വലിയ തോതിൽ തന്നെ യജ്ഞം സമംഗളം അവസാനിച്ചു. അതുല്യ തേജസ്വിയായ ഉമാകാന്തൻ അത്രമാത്രം പ്രസാദിച്ചു. സന്തുഷ്ടി നിറഞ്ഞ ഹൃദയത്തോടെ, പൂപ്പുഞ്ചിരി പൊഴിക്കുന്ന വദനത്തോടെ പാർവതീപതി ഇള മഹാരാജാ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട് ദ്വിജവര്യന്മാരോട്, ബ്രാഹ്മണ ഉത്തമന്മാരെ, ഭക്തി ശ്രദ്ധയോടുകൂടി നിർവഹിച്ച ഈ യജ്ഞത്താൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നു. ബാഹ്ലീക ഭൂപതിക്ക് പ്രിയവും ശുഭവുമായി എന്തെന്നാണ് ഞാൻ ചെയ്യേണ്ടത്? പരമശിവന്റെ കാരുണ്യം നിറഞ്ഞ വാക്കുകൾ ദ്വിജന്മാരെ ഭക്ത പരവശരാക്കി. ഇളൻ എന്നും പുരുഷനാകത്തക്ക വിധം കനിവ് ദേവദേവനിൽ സപ്രണാമം ജനിപ്പിച്ചു. ഭക്തപ്രിയനായ ഗൗരീപ്രിയൻ പ്രജാപതിപുത്രന് പുരുഷത്വം സുസ്ഥിരമായി ഏകി. അമയ തേജസ്വിയായ കാമാരി അശ്വമേധ അവസാനത്തിൽ പ്രത്യക്ഷനായി വരമേകി അന്തർധാനം ചെയ്തു. ദീർഘദർശികളായ വിപ്രവര്യന്മാർ വിടവാങ്ങി സസന്തോഷം പോയി. മഹാരാജ ഇളൻ ബാഹ്ലീക ദേശത്തെ ശശബിന്ദുവിനു കൊടുത്തു. ശത്രുഭീകരനായ ശശബിന്ദു രാജഋഷി ധാർമ്മികമായി രാജ്യത്തെ പരിരക്ഷിച്ചു. മഹാത്മാവായ ഇളൻ മധ്യപ്രദേശത്ത് പ്രതിഷ്ഠാനം എന്ന പുരി പണിയിച്ച് അരജനായി അനേകകാലം പ്രജാരക്ഷ ചെയ്ത് ഉത്തമോത്തമമായ ബ്രഹ്മലോകം പോകി. ഇളാപുത്രനായ പുരൂരവസാണ് തുടർന്നുകൊണ്ട് അവിടെ സ്തുത്യർഹമായി ഭരണം നടത്തിയത്. സിംഹതുല്യരായ അനുജന്മാരെ, ഇത്രയും മാഹാത്മ്യമാണ് അശ്വമേധ മഹായജ്ഞത്തിനുള്ളത്. സ്ത്രീയായി തീർന്നവൻ പൗരുഷം നേടി. ദുർലഭങ്ങളായ അനേക കാര്യങ്ങളും ഇളനെ നിഷ്പ്രയാസം സാധിച്ചു. അമേയ പ്രഭാവനായ കാകുത്സൻ സഹോദരന്മാരോട് ഇത്രയും പറഞ്ഞ് വീണ്ടും സൗമിത്രിയെ നോക്കി ധാർമ്മികമായ വാക്കുകൾ തുടർന്നു. കുമാര ലക്ഷ്മണ, ബ്രഹ്മഋഷി വര്യന്മാരായ വസിഷ്ഠൻ, വാമദേവൻ, ജാഭാലി, കാശ്യപൻ തുടങ്ങിയവർ അശ്വമേധ പ്രയോഗജ്ഞരാണ്. ഇവരെയെല്ലാം അതിവേഗം കൊണ്ടുവരണം. ലക്ഷണമൊത്ത ഒരശ്വത്തെ സാവധാനം വിടണം. രാജേന്ദ്രന്റെ ആജ്ഞ കേട്ട സൗമിത്രി വെമ്പലോടുകൂടി തന്നെ പോയി. ദ്വിജവര്യന്മാരെ മുഴുവൻ ഉത്തരക്ഷണത്തിൽ അഗ്രജസവിധത്തിൽ എത്തിച്ചു. ദേവതുല്യനായി പ്രശോഭിക്കുന്ന രഘുരാമൻ അവരുടെ പാദങ്ങളിൽ വീണു വണങ്ങിയപ്പോൾ ആശിസ്സുകൾ കൊണ്ട് മൂടി കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമൻ അശ്വമേധത്തിനെ പറ്റി വിപ്രേന്ദ്രന്മാരോട് ധാർമ്മിക വാക്കുകൾ ചോദിച്ചു. അതുകേട്ട ദ്വിജവരന്മാർ
വൃഷാങ്കനെ പ്രണമിച്ചുകൊണ്ട് മഹായജ്ഞത്തിൻ്റെ മേന്മകൾ പുകഴ്ത്തി. അശ്വമേധത്തെ പറ്റിയുള്ള ആശ്ചര്യജനകമായ മാഹാത്മ്യം അന്തണശ്രേഷ്ഠന്മാർ പറയുന്നത് കേട്ട കാകുത്സ്ഥൻ ഏറ്റവും ആമോദമാർന്നു. യാഗനിർവഹണം അവരേറ്റപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട്, കുമാര, വാനരേന്ദ്രനായ സുഗ്രീവന്റെ അടുക്കലേക്ക് അതിവേഗത്തിൽ ആളെ അയക്കൂ. കപിസപ്തമന്മാരും പ്രജകളുമൊത്ത് ഈ മഹോത്സവത്തിൽ പങ്കുചേരുവാൻ ഭദ്രമായി വേഗം വന്നു ചേരണമെന്ന് ഞാൻ പറഞ്ഞതായി പറയണം. കാമരൂപികളും കാമകന്മാരുമായ ആശരന്മാരോടുകൂടി അതിവിക്രമിയായ ലങ്കേശ്വരൻ വിഭീഷണൻ മഹായജ്ഞത്തിന് എത്തട്ടെ. എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരും മഹാത്മാക്കളുമായ നരേന്ദ്രന്മാർ എല്ലാവരും സൈന്യസന്നാഹങ്ങളോടെ ഈ ശ്രേഷ്ഠ ക്രതു കാണുവാൻ വന്നു ചേരട്ടെ. ലക്ഷ്മണ, വിദേശങ്ങളിലെ ധാർമ്മിക ദിശവരന്മാർ എല്ലാവരും അശ്വമേധത്തിന് എത്തിച്ചേരുവാൻ ക്ഷണിക്കണം. തപോധനന്മാർ, മഹർഷി ശ്രേഷ്ഠന്മാർ തുടങ്ങിയവരും എത്തണം. ഗൃഹസ്ഥാശ്രമികളായ ദ്വിജന്മാർ സഹധർമ്മിണിമാരുമൊത്ത് വന്നു ചേരട്ടെ. വാദ്യക്കാർ, ആട്ടക്കാർ, കൂത്തുകാർ എന്നിവരെ മറക്കരുത്. ഗോമതി തീരത്തിൽ നൈമിഷാരണ്യത്തിൽ വലിയ യജ്ഞശാല തീർപ്പിക്കാം. ഏറ്റവും പുണ്യസഞ്ചയത്താൽ പവിത്രമായതാണ് ആ സ്ഥലം. ശാന്തികർമ്മങ്ങൾ എല്ലായിടത്തും നടത്തട്ടെ. മഹാബാഹുവായ രഘുനന്ദന, ധാർമ്മികന്മാരായ അനേകം ആളുകൾ മഹായജ്ഞങ്ങൾ പലതും നൈമിഷത്തിൽ നടത്തിയിട്ടുണ്ട്. മികവുറ്റതായ ഈ ഉത്തമയജ്ഞത്തിൽ സൽക്കാരാദികളാൽ ഹൃഷ്ടപുഷ്ടരായിട്ട് വേണം ഏതൊരാളും മടങ്ങിപ്പോകുവാൻ. ഹേ ധർമ്മജ്ഞ, ലോകരെ മുഴുവൻ ക്ഷണത്തിൽ ക്ഷണിക്കൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.